എന്താണ് എംബറർ, എന്താണ് പൈററ്റ് കിങ്? ഇന്നലെ ഷാങ്സിന്റെ വീഡിയോ ഇട്ട ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംബർ എന്ന പദവിയിലേക്ക് ഡെവിൾ ഫ്രൂട്ട് ഇല്ലാതെ വന്ന ഏക വ്യക്തി ഷാങ്സ് ആണെന്ന്. അത് കഴിഞ്ഞ് വന്ന ഭൂരിഭാഗം കമന്റിലും അപ്പൊ ഗോൾഡി രാജറോ എന്നുള്ള ചോദ്യം ഞാൻ കണ്ടായിരുന്നു. പൈററ്റ് കിങ് അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും എംബറായി കാണുമെന്നാണ് താരതമ്യേന എല്ലാവർക്കും തോന്നുന്ന കാര്യം. ശരിക്കും ഗോൾഡി രാജർ എംബർ സിസ്റ്റം കഴിഞ്ഞിട്ടാണോ പൈററ്റ് കിങ് ആയത്? വൺ പീസിന്റെ നിലവിലുള്ള ചരിത്രത്തിൽ ഗോൾഡി രാജർ മാത്രമാണ് ആ പദവിയിലേക്ക് എത്തിച്ചേർന്നത്. ഏതൊരാളെയാണോ കടലിലെ വ്യതിയാനങ്ങൾ അഫക്ട് ചെയ്യാത്തതും, ഏതൊരാളാണോ ഗ്രാൻഡ് ലൈൻ പൂർണ്ണമായി കീഴടക്കുന്നതും, ഏതൊരാളാണോ ദ്വീപെല്ലാം താണ്ടി അവസാനം ലാഫ്റ്റയിൽ എത്തിച്ചേരുന്നതും അയാളെ ആയിരുന്നു പൈററ്റ് കിങ് ആയി കൺസിഡർ ചെയ്തിരുന്നതും. വൺ പീസിന്റെ ടൈം ലൈൻ അനുസരിച്ച് ഏകദേശം 24ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഗോൾഡി രാജർ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണം കടലിൽ തന്നെ വലിയൊരു പവറിന്റെ ശൂന്യതയുണ്ടാക്കി. ഒരു രാജ്യത്തെ രാജാവ് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ രാജ്യത്തിന്റെ അവസ്ഥ? അതുതന്നെയായിരുന്നു ഗോൾഡി രാജന്റെ കാര്യത്തിൽ സംഭവിച്ചത്. വലിയ വലിയ ശക്തികളും ലോകത്തിന് ഭീഷണിയാകുന്ന പല പല സംഭവങ്ങളും പുള്ളിക്കാരന്റെ മരണത്തിന് ശേഷം ഉടലെടുത്തു. ഈ ഒരു പവർ ഇംബാലൻസ് മറികടക്കാൻ കടലിൽ തന്നെ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ന്യൂ വേൾഡിലെ വിവിധ സ്ഥലങ്ങൾ അടക്കി വാഴുന്ന എംബർ എന്ന സിസ്റ്റം രൂപപ്പെട്ടെന്ന് പറയപ്പെടുന്നു. ഇനി ഗോൾഡി രാജർ പൈററ്റ് കിങ് ആയിരുന്ന ടൈം ഈ എംബർ സിസ്റ്റം നിലവിലുണ്ടായിരുന്നെങ്കിൽ ആരൊക്കെയായിരിക്കും അപ്പോഴത്തെ എംബറായിട്ടുണ്ടാകുക? നിങ്ങളുടെ അഭിപ്രായം താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് ചാനൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക.